നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള എല്ലാ തന്ത്രങ്ങളും BJP എന്ന പാർട്ടി മെനഞ്ഞു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം രാജ്യ തലസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അവർ ഒരു യോഗം ചേർന്നതും പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാന നേതാക്കളെയും ഒന്നിച്ചു ചേർത്തിരുത്തിക്കൊണ്ട് എന്തൊക്കെയാവണം 2024 തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജികൾ എന്നൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തത്. ഈ ചർച്ചയ്ക്കിടയിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്തെന്നാൽ 5000-ഓളം യോഗങ്ങൾ BJP സംഘടിപ്പിക്കണമെന്നതായിരുന്നു. പക്ഷേ ഇതിന്റെ ഉത്തരവാദിത്വം BJP ഏൽപ്പിച്ചത് സംസ്ഥാന നേതൃത്വത്തെയല്ല, മറിച്ച് യുവമോർച്ചയാണ്. യുവമോർച്ചയുടെ ഉത്തരവാദിത്വമാണ് 5000-ഓളം യോഗങ്ങൾ സംഘടിപ്പിക്കുക എന്നത്. എന്തുകൊണ്ടായിരിക്കാം യുവമോർച്ച പോലെയുള്ള ഒരു പ്രസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി BJP കാണുന്നത് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ പുരോഗമിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ABVPയിൽ നിന്നും എങ്ങനെയാണ് മികച്ച നേതാക്കളെ BJP വാർത്തെടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അങ്ങനെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പോലും വലിയ പരിഗണന നൽകുന്ന ഒരു പാരമ്പര്യം BJP എന്ന പാർട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ യുവജന സംഘടനയായ യുവമോർച്ചയ്ക്കും അത്ര കണ്ട് പ്രാധാന്യം BJP നൽകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യുവമോർച്ചയെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കി BJP ഇത്തവണ മാറ്റുന്നതും. എന്തായാലും യുവമോർച്ചയ്ക്ക് BJP നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം എന്തെന്നാൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് വേണ്ടി നിങ്ങൾ ആരും കാത്തു നിൽക്കേണ്ടതില്ല, മറിച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങൂ എന്നതാണ്. അതിനോടൊപ്പം തന്നെ ഡോർ ടു ഡോർ ക്യാമ്പയിൻ, വീടുകൾ തോറും കയറി ഇറങ്ങിയുള്ള ക്യാമ്പയിനുകൾ നടത്തണം, ലഘുലേഖകൾ വിതരണം ചെയ്യണം എന്നതൊക്കെ BJP യുവമോർച്ചയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സംഘടനാ തലത്തിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ഓരോ പ്രവർത്തകനും ഒരു അവസരം കൊടുക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് BJPയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് പറയാൻ സാധിക്കും, BJPയുടെ പല മുഖ്യമന്ത്രിമാരും, അതായത് നിലവിൽ 12 സംസ്ഥാനങ്ങളിലാണ് BJP ഭരിക്കുന്നത്. ഇതിൽ 65 വയസ്സിന് താഴെയുള്ള മുഖ്യമന്ത്രിമാരാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതിനോടൊപ്പം തന്നെ 55 വയസ്സിൽ താഴെയുള്ള 5 മുഖ്യമന്ത്രിമാർ BJPക്കുണ്ട്. അതായത് BJP എന്ന പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് പ്രായമായി കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒരു പ്രധാനപ്പെട്ട നേതൃനിരയിലേക്ക് എത്താൻ, മറിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ പൂർത്തീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് യുവമോർച്ചയും ABVPയും പോലെയുള്ള സംഘടനാ തലത്തിൽ അവർക്ക് BJP പ്രവർത്തിക്കാൻ അവസരം നൽകുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും യുവമോർച്ചയ്ക്ക് കൊടുക്കുന്ന ഈ ഒരു പ്രാധാന്യം തീർച്ചയായും മുതിർന്ന നേതാക്കളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. മുതിർന്ന നേതാക്കളുടെ കയ്യിലൂടെ മാത്രമേ എല്ലാ തെരഞ്ഞെടുപ്പുകളും കടന്നു പോകാൻ പറ്റൂ എന്നുള്ള ഒരു ശാഠ്യമൊന്നും BJP എന്ന പ്രസ്ഥാനത്തിനടുത്ത് ചിലവാകില്ല. അത് സംസ്ഥാന നേതൃത്വങ്ങളിലുള്ളവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അവർ ധൈര്യമായി യുവമോർച്ച ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ അടിമുടി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് BJP ഒരുങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ, സൈബർ ഇടങ്ങളിലൊക്കെ വലിയ രീതിയിൽ പ്രചരണം നടത്താൻ യുവമോർച്ചയെ പോലെയുള്ള യുവാക്കളുള്ള ഒരു വിങ്ങിന് സാധിക്കും. ഇതൊരുപക്ഷെ മുതിർന്ന നേതാക്കൾക്ക് അത്ര കണ്ട് ഫലപ്രദമായി പൂർത്തീകരിക്കാൻ സാധിക്കണമെന്നില്ല. അതിൻ്റെ കൂടെ ഭാഗമായാണ് ഏറ്റവും വലിയ ഒരു സൈബർ നെറ്റ്വർക്ക് ഉള്ള BJP എന്ന പ്രസ്ഥാനം ഇക്കുറി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ധൈര്യമായി യുവമോർച്ചയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.